ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതിന് അങ്ങനെ കയ്പ്പ് ടേസ്റ്റോ ഒന്നും വരില്ല. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചേർത്തിട്ടുമല്ല ചെയ്യുന്നത്. പക്ഷേ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസിയുമായി ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മുടെ പാവയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ, അധികം കനമില്ല എന്നാൽ തീരെ തിന്നായിട്ടുമല്ല കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണയേ ഉള്ളൂ കേട്ടോ. ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസിലുള്ളത്. എപ്പോഴും ഈ കറിക്ക് ഒരുപാട് പാവയ്ക്ക ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളിതിൽ കോക്കനട്ട് ഒന്നും ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ഒരു തക്കാളി ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. നോർമൽ വലുപ്പത്തിൽ ഈ വലുപ്പമുള്ള ഒരു തക്കാളി കേട്ടോ, മീഡിയം ടൈപ്പിലുള്ളൊരു തക്കാളി അടിച്ച് വെച്ചതാണ്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോൽപ്പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഇത് ഏകദേശം 1.5 കപ്പ് വെള്ളത്തിലാണ് അത് പിഴിഞ്ഞിട്ടുള്ളത് ഞാൻ. അപ്പോൾ വേറെ വെള്ളം ഇനി യൂസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് 1.5 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു 10 ചെറിയ ഉള്ളി, അതിങ്ങനെ നടുകെ പിളർന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, അരിഞ്ഞിട്ടില്ല അങ്ങനെ. പിന്നെ ഒരു 10 വെളുത്തുള്ളി, അതും ഇങ്ങനെ നടുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഈ പാൻ ചൂടായപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നല്ലെണ്ണയാണ് കേട്ടോ. എള്ളെണ്ണ ഉണ്ടല്ലോ, അതാണ് ഈ കറിക്ക് ഒന്നും കൂടി നല്ലത്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരയ്ക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഈ പാവയ്ക്കനെ ചില സ്ഥലങ്ങളിൽ കയ്പ്പയ്ക്കാന്ന് പറയാറുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഇതിനെ കയ്പ്പയ്ക്കാന്നാണ് പറയാറ് സാധാരണ. അപ്പോൾ ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പാവയ്ക്കാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കട്ടെ കേട്ടോ. ഇപ്പം ഇവിടെ ഒരു വിധം ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറ്റുകയാണ്, ഈ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. ഞാനപ്പോൾ പാവയ്ക്കെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലേക്ക് കുറച്ചും കൂടി, ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുക് പൊട്ടി വരുമ്പോൾ 1/2 സ്പൂൺ ഉലുവിട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ ജീരകം, നമ്മൾ നോർമൽ ജീരകമില്ലേ അവിയലിലൊക്കെ ഇടുന്ന ആ ജീരകം 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമില്ലേ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഉണ്ടല്ലോ, അത് മാത്രം ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മൾ സവോള ഇവിടെ ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ കേട്ടോ മല്ലിപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് നോർമൽ മുളക് പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി 2 ടീസ്പൂൺ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ
കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, ഇതൊരു മീഡിയം ടൈപ്പ് തക്കാളി ഒരെണ്ണമാണ് കേട്ടോ. ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി ചേർക്കാം. ഞാനതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഇതിലെന്താ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ, ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1.5 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഇത്രയും വെള്ളം എടുക്കാൻ കാരണം പിന്നെ വേറെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വെള്ളത്തിൽ കലക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഞാൻ ആ പുളിവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് നേരം ഇവിടെ ഇപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ഒരു പാകത്തിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചാറ്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ആ പാവയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇങ്ങനെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റും കൂടി തിളപ്പിച്ചാൽ മതി. ഇത് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകുന്നു വേണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ കറി തിളയ്ക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഉരുക്കി വെച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളതിൽ ഉരുക്കിയത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ശർക്കര ഉരുക്കിയതുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഉപ്പും പുളിയും മധുരമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. കറക്റ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി പുളിയും ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റാണ്. കറിയൊക്കെ ഇപ്പോൾ ഇവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്യാണ്. അപ്പം നമ്മളിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ ഒരല്പനേരം വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ ചാറും എല്ലാം കറക്റ്റായിട്ട് തന്നെ വരും. ഈ സമയത്ത് ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ വേപ്പില ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഈ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.